ഇത് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഉപ്പ് വെള്ളത്തിലായിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ചൊരു 4-5 പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ എല്ലില്ലാത്ത ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം അരമണിക്കൂർ. അതിന് ശേഷം ഇതൊന്ന് ചോപ്പറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നീട് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയിട്ട് ചെറിയ ബോൾസ് മാതിരിയാണ് നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കബാബാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മീൻകറിയാണ്. അത് ഇന്നലത്തെ മീൻകറിയാണ്. പിന്നെ ചോറ് വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ചൊരു കുഴിമന്തിയുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്ര ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് കുഴിമന്തിയൊക്കെ നമ്മളിത് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. സ്വിഗ്ഗിക്കാർ വീട്ടിലെത്തി കഴിയുമ്പോഴേ ഞാൻ അറിയുള്ളൂ ഇത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ചിക്കൻ കബാബ് ഞാനിങ്ങനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതൊന്ന് പരത്തി അങ്ങനെ 1 സ്പൂൺ ഓയിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ കുട്ടികൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള കുഴിമന്തി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഞാനിവിടെ സാധനങ്ങൾ വന്നു കഴിഞ്ഞിട്ടേ ഞാൻ അറിയാറുള്ളൂ കേട്ടോ. സ്വിഗ്ഗിക്കാർ എത്തിക്കഴിയുമ്പോഴേക്കുമാണ് ഞാൻ അറിയുന്നത് ഈ സാധനം ഇവരെ കുട്ടികൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡ് പൊതുവേ ഇപ്പോൾ കുട്ടികളുള്ളപ്പോഴേക്കും ഫുഡ് അധികമായിട്ട് ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് എൻ്റെ വെയിറ്റും വളരെ ഫാസ്റ്റായിട്ട് ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ കൂടി പോവേ. കാരണം ഒരാൾ ഒരെണ്ണം ഓർഡർ ചെയ്യുമ്പോൾ മറ്റേയാൾ അടുത്തത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ പൊതുവേ ഇവരുണ്ടെങ്കിൽ ഫുഡ് ഒരുപാടധികമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാകുമ്പോഴേക്കും വളരെ ലൈറ്റ് ഫുഡായിട്ട് എനിക്ക് വെയിറ്റും വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമേ. അപ്പം ഞാൻ ഈ കുഴിമന്തി എങ്ങനെ ചൂടാക്കണമെന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് തട്ട് മേലെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മന്തിയുടെ റൈസും ചിക്കനും എല്ലാം വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണേ. ഇങ്ങനെ എടുക്കുമ്പോഴേക്കും വളരെ സോഫ്റ്റായിട്ട് റൈസും ചിക്കനും എല്ലാം ഇരിക്കും കേട്ടോ. ചിക്കൻ അങ്ങനെ ഡ്രൈ ആകുകയൊന്നുമില്ല, നല്ല ജ്യൂസി ആയിട്ടിരിക്കും. മുന്നേ ഞാൻ ഓവനിൽ ഗ്രില്ലിൽ തിരിച്ച് എടുത്ത് വെച്ച് ചൂടാക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ റൈസ് അങ്ങനെ ഹാർഡായിട്ട് വരും. അതുപോലെ ചിക്കൻ ആണെങ്കിലും ജ്യൂസി ആയിട്ടിരിക്കത്തില്ല. ഇതുപോലെ ഇടിയപ്പച്ചെമ്പിൽ നമ്മൾ ആവി കയറ്റുമ്പോഴേക്കും വളരെ നല്ല ഒരു ഇതിൽ ഫ്രഷായിട്ടിരിക്കണ പോലെ ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കും ഈ ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ശരിക്കും പുതിയതായിട്ടുള്ള കുഴിമന്തി മാതിരി തന്നെ ഇരിക്കും. നമുക്ക് ഇടിയപ്പം, അതുപോലെ പൊറോട്ട, തലേദിവസത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി, അതുപോലെ ബിരിയാണി എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. പുതിയതുപോലെ തന്നെയായി വരും കേട്ടോ അത്. പിന്നെ ഞാൻ ഈ കബാബ് അങ്ങനെ ഒരു പച്ച കളറിലാണ് കേട്ടോ കിട്ടുന്നത്. കാരണം നമ്മൾ അതിൽ മല്ലിയിലയും പച്ചമുളകുമാണ് അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കബാബിനൊരു ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ ഇന്ന് വളരെ ലൈറ്റ് ഫുഡാണ് ഞങ്ങൾക്ക്. ഞാൻ അങ്ങനെ ചോറും കബാബും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മീൻകറി ഇന്നലത്തെയാണ്, അതുപോലെ തന്നെ കുഴിമന്തിയും ഇന്നലത്തെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.